ഇന്നത്തെ മോർണിംഗ് വാക്ക് ഞാനും ഹർഷും നിക്കത്തും കൂടെയാണ്. അത് നമ്മുടെ അഫ്കോപ്പ സിറ്റിയിലേക്ക്. അപ്പോൾ രാവിലെ നമ്മൾ 5:30 ആയപ്പോഴത്തെ എല്ലാവരും എണീച്ചു റെഡിയായി. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നു. സ്ഥിരമായിട്ട് നമ്മൾ ഡ്രീം സിറ്റിയിലേക്കല്ലേ നടക്കാറുള്ളൂ, ആ സൈഡിലേക്കായിരുന്നു. അപ്പോൾ നമ്മളിന്നൊരു ചേഞ്ചിന് വേണ്ടി ഇങ്ങോട്ട് പോയത്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ അഫ്കോപ്പ സിറ്റിയുടെ ഉള്ളിലോട്ട് റോഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി ഒന്ന് പോകണമെന്നൊരാഗ്രഹം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഞങ്ങൾ 3 പേരൂടെ നടക്കാൻ ഇറങ്ങി. അഫ്കോപ്പ സിറ്റിയിലൂടെ ആൾക്കാരൊക്കെ എണീച്ച് വരുന്നതേ ഉള്ളൂ, നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3 പേരോട് ഇങ്ങനെ നടക്കുകയാണ്. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു കം ഇൻ ദ വീഡിയോ. അങ്ങനെ ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും അവർ പറയും ഒത്തിരി എടുക്കണ്ട, കുറച്ച് എടുത്താൽ മതി എന്ന് പറയും. ആ പഴയ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. അവർ വീഡിയോയിൽ വരാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരല്ല, പക്ഷേ നടക്കാനും ഒക്കെ ഇഷ്ടമാണ്. എൻ്റെ കൂടെ ഇങ്ങനെ എപ്പോൾ വിളിച്ചാലും നമ്മുടെ കൂടെ എപ്പോഴും വരാൻ ഇവർ രണ്ടുപേരും ഉണ്ടാവും. അപ്പോൾ ഇന്നലെ രാത്രിയിലെ മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴ പെയ്തിട്ട് മൊത്തം ഇങ്ങനെ ചള്ള പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നടക്കാം. നമ്മുടെ ചെരുപ്പ് മുഴുവനും ചള്ളയാണേ. പക്ഷേ ഇത് കൊണ്ടിട്ട മണ്ണാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പുറം ഇപ്പുറം കിടക്കുന്ന മണ്ണ് കണ്ടോ? ഇതൊരു ക്രോസ് പോലെ റെഡ് കളറിൽ, പക്ഷേ അപ്പുറം ഇപ്പുറം ഒരു ബ്രൗൺ കളറിലെ മണ്ണ് തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ ഷൂവിലും ചെരുപ്പിലും എല്ലാത്തിനകത്തും എന്താ വെച്ചാൽ നല്ല പോലെ മണ്ണ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഡേറ്റ്സിൻ്റെ മരങ്ങളുണ്ട്. അവിടുന്ന് തന്നെ താഴോട്ട് വീണ് അവിടെ തന്നെ കിളിർക്കും. അതിനകത്ത് വീണ്ടും കായ്കളുണ്ടാവും. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും വലിയ ബിഗ്ഗായിട്ടുള്ള ഒത്തിരി വലിയതല്ല. ഇത് ചെറിയ രീതിയിലുള്ള നാടൻ. ഇത് അഫ്കോപ്പ സിറ്റി. അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് ഈ പ്ലോട്ട് വേണമെങ്കിൽ അവിടെ ഇഷ്ടംപോലെ പ്ലോട്ടുണ്ട്. ഇത് 1000 സംതിങ് അവിടെ ഇങ്ങനെ ഇപ്പോൾ 1007, 1008 അങ്ങനെ പ്ലോട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ആൾക്കാർ വീട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ വേറെ 2 പേര് നടക്കാനുണ്ട്. പിന്നെ എല്ലാവരുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ചെരുപ്പിലുള്ള മണ്ണ് തൂത്ത് കളയുക എന്നുള്ളതായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെയാണെങ്കിൽ ഇതിനൊക്കെ ഓണേഴ്സ് ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കുറേ പശുക്കളും കാളകളും ഒക്കെ ഉണ്ട്. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ വളർത്തി എന്നും കുളിപ്പിച്ച് അങ്ങനെയുള്ളതല്ല, ഇതിങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നല്ല ഭംഗി. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ അഫ്കോ സിറ്റിയുടെ ഏറ്റവും അറ്റത്തുള്ള, അതായത് നമ്മുടെ ലാസ്റ്റ് പോർഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണ് കൊണ്ടിട്ട് ഇച്ചിരി പൊക്കണം. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഒരു റിവറുണ്ട്. നമ്മൾ ഇന്നലെ കണ്ട ആ ബേക്തുവാ റിവറിലെ ആ റിവർ ഇതായിരിക്കും, ഹത്തോട, അത് ഇതായിരിക്കും തോന്നുന്നു. അപ്പോൾ കിളികളുടെ സൗണ്ട് അവിടെ ആണെങ്കിൽ ഇതിൻ്റെ മണ്ട ആരോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കിളിയാണ് കിടന്ന് കിറിക്കിറിക്കിറീന്ന് കിടന്ന് കരയുന്നത്. इधर अच्छा से बाउंड्री वॉल बनाना पड़ेगा, अदरवाइज बनेगी नेक्स्ट टाइम। अदरवाइज है ना, बारिश आया तो दिस पूरा इधर चलेगा. മുമ്പേ ഒന്ന് എല്ലാവരും ക്ലീൻ ചെയ്തതാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിവിടെ കയറിയിട്ട് വന്നപ്പോഴത്തേനും വീണ്ടും ചെരുപ്പിൻ്റെ അടിയിൽ ഫുള്ള് മണ്ണായിട്ടുണ്ട്. അപ്പോൾ അതിനി അടുത്ത വൃത്തിയാക്കലാണ് അടുത്ത ഡ്യൂട്ടി. അതാണെന്ന് വെച്ചാൽ ഭയങ്കര പശവശപ്പുള്ള മണ്ണായതുകൊണ്ടേ പോകാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു പാർക്കുണ്ട്. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇതിനെ സമൂസ പാർക്ക് എന്ന് വിളിക്കുന്നു. Because it is in triangle shape, it seems. Where is that a triangle shape? Oh, but it's too small. Dekho, like that, a triangle shape. So അപ്പോൾ നമ്മൾ സമൂസ പാർക്കിനോടും വിട പറഞ്ഞിട്ട് നമ്മൾ നേരെ നടക്കുകയാണ്. ഇവിടെ അടുത്ത വേറൊരു പാർക്കുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. ഇപ്പുറത്തൊക്കെ ഓരോ ആൾക്കാർ വീട് വെക്കുന്നുണ്ട്. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഞങ്ങൾ പണ്ട് അതിൻ്റെ പുറത്തൊക്കെ പോയിരിക്കുമായിരുന്നു. പക്ഷേ അവർ വഴക്കം പറയുമായിരുന്നു. ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട്. सो इधर दूसरा एक और पार्क है, बट हर्ष बोल दिया नाम पता नहीं है. सी वन ऊपर एक सिक्योरिटी. He is barking. സോ ഈ അഫ്കോപ്പ സിറ്റി കൺസ്ട്രക്ഷൻ ഈസ് ഗോയിങ് ഓൺ. അവിടെയാണ് കടകളൊക്കെ ഷോപ്പൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. സോ ഇന്നത്തെ മോർണിംഗ് വാക്ക് അവസാനിച്ചു. നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക്.